ഇടുക്കി അടിമാലി നേര്യമംഗലം ദേശീയപാതയിൽ മരം വീണ് ഗതാഗത തടസ്സം. ചീയപ്പാറ 6-ാം മൈലിന് സമീപമാണ് മരം വീണത്. അടിമാലി വാളറ ചപ്പാത്തിൽ വെള്ളം കയറി. മുഹമ്മദ് ആഷിഖ് വിശദാംശം നൽകും. ആഷിഖ്, ഈ മരം നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വാളറ ചപ്പാത്തിൽ അവസ്ഥ എന്താണിപ്പോൾ? സൈഫുദ്ദീൻ, നേര്യമംഗലം അടിമാലി ദേശീയപാതയിൽ വീണ മരം നീക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ദീർഘനേരം മരം വീണ ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ശക്തമായ കാറ്റാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മരം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ദേശീയപാതയിലൂടെയുള്ള സഞ്ചാരമടക്കം ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഈ ഘട്ടത്തിൽ ജില്ലാ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കനത്ത മഴയുടെ ഭാഗമായി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. അതേസമയം ശക്തമായ മഴയുടെ ഭാഗമായി അടിമാലി വാളറയിൽ ചപ്പാത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ജില്ലയിലെ വിവിധ ഡാമുകളിൽ, ചെറുതും വലുതുമായ വിവിധ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. ജില്ലയിലെ 3 ഡാമുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. മലങ്കര, പൊന്മുടി, കല്ലാർകുട്ടി ഡാമുകൾ നിലവിൽ തുറന്ന സാഹചര്യമാണ്. ഇതിൻ്റെ എല്ലാം ജലമൊഴുകിപ്പോകുന്ന പുഴകളിലുള്ള തീരത്തുള്ള ആളുകളോട് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം മറ്റ് ഡാമുകളിൽ, ലോവർ പെരിയാർ അടക്കമുള്ള ഡാമുകളിൽ റെഡ് അലർട്ടാണ് നിലനിൽക്കുന്നത്. വലിയ ജാഗ്രതയിലാണ് ജില്ല ഉള്ളത്. ഒരുപക്ഷെ ഇന്ന് രാത്രി അടക്കം മണ്ണിടിച്ചിലിനടക്കമുള്ള സാധ്യതകളുണ്ട് എന്ന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ആ പ്രകാരം കടുത്ത ജാഗ്രത പുലർത്തുവാൻ വേണ്ടി മലയോര മേഖലയിലെ ആളുകളോടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രികാല യാത്രയും അനാവശ്യ വിനോദസഞ്ചാര യാത്രകളും അടക്കം ഒഴിവാക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. സൈഫുദ്ദീൻ. ശരി ആഷിഖ്.